നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രാംഗംഗയെയും ഗംഗാബോണ്ടത്തെയും കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് തെങ്ങിന്റെ ശരിയായ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. വളപ്രയോഗത്തേക്കാൾ ഏറെ പ്രധാനപ്പെട്ടതാണ് തെങ്ങിന്റെ ജലസേചനം. അതിനാൽ വളപ്രയോഗത്തിനു മുന്നേ തെങ്ങിന്റെ ജലസേചനം എങ്ങനെ വേണമെന്ന് നോക്കാം. ജലസേചനവും വളപ്രയോഗവും കൃത്യമായി ചെയ്യുന്നതിന് ആദ്യം തെങ്ങിന് തടം തുറക്കേണ്ടതുണ്ട്. തെങ്ങിന്റെ തടിയിൽ നിന്നും 3 അടി വിട്ട് 1 അടി വീതിയിൽ അരയടി താഴ്ചയിൽ വൃത്താകൃതിയിൽ തടം തുറക്കാം. ഈ തടത്തിലായിരിക്കണം നമ്മൾ രാസവളങ്ങൾ നൽകേണ്ടത്. മഴക്കാലത്ത് ഓലകളിൽ നിന്നും ഒലിച്ചു വീഴുന്ന വെള്ളവും തെങ്ങിന്റെ ചുവട്ടിൽ തന്നെ കെട്ടിനിന്ന മണ്ണിൽ താഴുന്നതിനും തടങ്ങൾ തുറക്കുന്നതുവഴി സാധിക്കുന്നു. നനയ്ക്കുന്നതനുസരിച്ച് വിളവ് വർദ്ധിക്കുന്ന വിളകളിലൊന്നാണ് തെങ്ങ്. തുള്ളിനന മുതൽ വെള്ളം ചാലുകളിൽ കൂടി ഒഴുക്കിവിട്ട് നനയ്ക്കുന്ന രീതി വരെ തെങ്ങിന്റെ കാര്യത്തിൽ പിന്തുടരാറുണ്ട്. ചാലുകൾ വഴി നനയ്ക്കുമ്പോൾ ഒരു പ്രധാന ചാലിൽ നിന്നും ഓരോ തെങ്ങിലേക്കും ചെറിയ ചാലുകൾ വെട്ടിവേണം നനയ്ക്കാൻ. ഇത് നല്ല ജലസ്രോതസ്സുകളുള്ള നിരപ്പായ പുരയിടങ്ങളിൽ മാത്രം സാധിക്കുന്ന രീതിയാണ്. കൂടാതെ ധാരാളം വെള്ളം അധികം വേണ്ടിവരുന്നതും ഒരു പോരായ്മയാണ്. അതുകൊണ്ട് വെള്ളം തീരെ പാഴാകാത്ത തുള്ളി നനയാണ് ഏറ്റവും നല്ലത്. പുതിയതായി നട്ട തൈകൾക്ക് ആദ്യത്തെ 2 വർഷം 4 ദിവസത്തിലൊരിക്കൽ 45 ലിറ്റർ വെള്ളവും തണലും നൽകണം. 2 വർഷത്തിലധികം പ്രായമായ തെങ്ങുകൾക്കും തുള്ളി നനയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഡിസംബർ മാസം 40 ലിറ്റർ വെള്ളത്തിൽ തുടങ്ങി ഏപ്രിൽ ആകുമ്പോഴേക്കും 70 ലിറ്റർ എന്ന രീതിയിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇത് 3-4 ദിവസത്തിലൊരിക്കൽ മതിയാകും. എന്നാൽ ചാലിലേക്ക് തുറന്നുവിടുന്ന രീതിയാണെങ്കിൽ വെള്ളത്തിന്റെ അളവും ഇടവേളയും നമ്മുടെ പ്രദേശത്തിനനുസരിച്ചും മണ്ണിന്റെ ഘടന അനുസരിച്ചും വ്യത്യാസപ്പെടും. പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയുടെ വടക്കുകിഴക്കു ഭാഗങ്ങളിലും ചൂടിന്റെ ആധിക്യം കാരണം വെള്ളം തുറന്നുവിടുന്ന ഇടവേള മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറയ്ക്കുകയും വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും വേണം. ഈ കാണുന്ന ടേബിൾ വഴി ഓരോ പ്രദേശത്തിന്റെയും വെള്ളത്തിന്റെ അളവും ഇടവേളയും മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് തെങ്ങിന്റെ വളപ്രയോഗം നോക്കാം. തെങ്ങിന് ജൈവവളവും രാസവളവും ഒരുപോലെ ആവശ്യമാണ്. തെങ്ങിന് വളപ്രയോഗം ആരംഭിക്കുന്നത് മഴക്കാലത്തിന് തൊട്ടുമുന്നേ മുതലാണ്, അതായത് ജൂൺ മാസത്തിനു മുന്നേ. വളങ്ങൾ ആരംഭിക്കുന്നതിനു മുന്നേ മണ്ണിന്റെ pH ക്രമീകരിക്കേണ്ടതുണ്ട്. വളം കൃത്യമായി ആഗിരണം ചെയ്യുവാൻ pH ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ മണ്ണ് പൊതുവെ അസിഡിക് സ്വഭാവമുള്ളതായതിനാൽ പച്ചക്കക്കപ്പൊടി, ഡോളമിറ്റ്, കുമ്മായം ഇവയിലേതെങ്കിലും 1 കിലോ ഒരു തെങ്ങിന്റെ തടത്തിൽ ചേർത്തുകൊടുക്കാവുന്നതാണ്. ഇത് മണ്ണിൽ ചേർന്ന് pH നോർമലാകാൻ ഏകദേശം 2 ആഴ്ച വേണ്ടിവരും. അതുകൊണ്ട് മെയ് പകുതിയോടെ ഇത് ചെയ്യേണ്ടതാണ്. ഡോളമിറ്റാണ് ചേർക്കുന്നതെങ്കിൽ pH ക്രമീകരിക്കുന്നതിനൊപ്പം മഗ്നീഷ്യം കൂടി ലഭിക്കുന്നതാണ്. മഗ്നീഷ്യം ഹരിതകം നിലനിർത്താൻ സഹായിക്കുന്നതിനാൽ മഞ്ഞളിപ്പുള്ള തെങ്ങുകൾക്ക് ഡോളമിറ്റ് ചേർക്കുന്നതാണ് നല്ലത്. മെയ് പകുതിയോടെ ഇവയിലേതെങ്കിലും കൊടുത്താൽ ജൂൺ ആദ്യം തന്നെ ജൈവവളങ്ങൾ കൊടുക്കാം. കഠിനമായ മഴയത്ത് രാസവളങ്ങൾ ആഗിരണം ചെയ്യുന്നതിനു മുന്നേ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ മഴ സമയത്ത് ജൈവവളങ്ങളാണ് ഉത്തമം. 1 വർഷമായ തെങ്ങിന് കുറഞ്ഞത് 10 കിലോ ജൈവവളമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇതിനായി ചാണകപ്പൊടി, കോഴിവളം, ആട്ടിൻകാഷ്ടം പൊടിച്ചത്, കമ്പോസ്റ്റുകൾ ഇവയിലേതെങ്കിലും ഉപയോഗിക്കാം. തുടർന്നുള്ള വർഷങ്ങളിൽ 20 കിലോ, 30 കിലോ, 40 കിലോ എന്നിങ്ങനെ അളവ് കൂട്ടിക്കൊടുക്കാം. മഴയുടെ ശക്തി കുറഞ്ഞ് മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്ന ഓഗസ്റ്റ് മാസത്തോടെ രാസവളങ്ങൾ ആരംഭിക്കാം. ഇതിനായി തെങ്ങിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നൈട്രജൻ ലഭിക്കാൻ യൂറിയ, വേരുകളുടെ ആരോഗ്യത്തിനും നന്നായി കായപിടുത്തമുണ്ടാകുന്നതിനും ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ലഭിക്കാൻ DAP, പൊട്ടാഷ് എന്നിവയും കൊടുക്കണം. 1 വർഷമായ തെങ്ങിന് 450 ഗ്രാം യൂറിയ, 175 ഗ്രാം DAP, 750 ഗ്രാം പൊട്ടാഷ് ഇവ കൂട്ടിയോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ലഭ്യമല്ലാത്ത പക്ഷം NPK 19, 9, 27 പോലെയുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2 തവണയായി നൽകാവുന്നതാണ്. തെങ്ങിന്റെ പ്രായമനുസരിച്ച് കൊടുക്കുന്ന വളത്തിന്റെ അളവിലും മാറ്റം വരുത്തേണ്ടതാണ്. 2 വർഷമായ തെങ്ങുകൾക്ക് യൂറിയ, DAP, പൊട്ടാഷ് എന്നിവ യഥാക്രമം 630 ഗ്രാം, 230 ഗ്രാം, 1000 ഗ്രാം എന്ന കണക്കിലും 3 വർഷമായവയ്ക്ക് 950 ഗ്രാം, 350 ഗ്രാം, 1500 ഗ്രാം എന്ന കണക്കിലും 4ഉം അതിനു മുകളിലും പ്രായമായ തെങ്ങുകൾക്ക് 1900 ഗ്രാം, 700 ഗ്രാം, 3500 ഗ്രാം എന്ന കണക്കിലും വളപ്രയോഗം ചെയ്യണം. തെങ്ങിന്റെ തടിയിൽ നിന്നും 3 അടി വിട്ട് തെങ്ങിനെ ചുറ്റി
തടങ്ങളിലാണ് രാസവളങ്ങൾ നൽകുന്നത്. രാസവളമിട്ടാൽ ഉടൻ തന്നെ അവ മണ്ണുകൊണ്ട് മൂടണം. അല്ലാത്തപക്ഷം സൂര്യപ്രകാശത്തിൽ ബാഷ്പീകരിച്ച് മൂലകങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. ഇപ്രകാരം പ്രൈമറി ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറി ന്യൂട്രിയൻസ് ആയ മാഗ്നീഷ്യം, കാൽഷ്യം, സൾഫർ എന്നിവയടങ്ങിയ കോമ്പിനേഷൻസ് തൈത്തെങ്ങുകൾക്ക് 350 ഗ്രാം മുതൽ 500 ഗ്രാം വരെയും കായപിടുത്തമുള്ള തെങ്ങുകൾക്ക് 1500 ഗ്രാമും വർഷത്തിൽ 2 തവണയായി കൃത്യമായ ഇടവേളകളിൽ നൽകണം. സൾഫർ തേങ്ങയിലെ ഓയിൽ കണ്ടന്റ് വർദ്ധിപ്പിക്കാനും കാൽഷ്യം വേരുകളുടെ ആരോഗ്യത്തിനും മഗ്നീഷ്യം ഇലകളിലെ ഹരിതകം നിലനിർത്താനും അതുവഴി ഫോട്ടോസിന്തസിസ് നടക്കുന്നതിനും സഹായിക്കുന്നു. ഇവ സെപ്റ്റംബർ, ജനുവരി മാസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ മൈക്രോന്യൂട്രിയൻസായ ബോറോൺ, സിങ്ക്, മാംഗനീസ് എന്നിവയടങ്ങിയ കോമ്പിനേഷൻ ഇതുപോലെ തന്നെ 2 ഇടവേളകളിലായി കൊടുക്കേണ്ടതാണ്. കായപിടുത്തം തുടങ്ങിയ തെങ്ങുകൾക്ക് 300 ഗ്രാം വരെയും അല്ലാത്തവയ്ക്ക് 150 ഗ്രാമും നൽകാം. ശരിയായ പോറിനേഷൻ നടക്കുന്നതിനും കായകൊഴിച്ചിൽ തടയുന്നതിനും ബോറോണും സിങ്കും അത്യാവശ്യമായ മൂലകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തെങ്ങുകൾ ആരോഗ്യത്തോടെ വളരുകയും നല്ല കായ്ഫലം നൽകുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.